ഹലോ. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ലായിരുന്നു. അപ്പം ഈ ഇടയ്ക്ക് ഇത് 13-ാം തീയതി ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ളൊരു വൺ ഡേ മാച്ചിനിടയ്ക്കൊരു സംഭവം ഉണ്ടായി. അതായത് നമ്മുടെ സൽമാൻ ആഗ നോൺ സ്ട്രൈക്ക് റേഞ്ചിൽ നിന്ന സമയത്ത് മെഹദി ഹസൻ്റെ കയ്യിലേക്ക്, അതായത് ബോൾ ചെയ്തുകൊണ്ടിരുന്ന മെഹദി ഹസൻ്റെ കയ്യിലേക്ക് ബോൾ വരികയും, അപ്പോൾ ആ സമയത്ത് സൽമാൻ ആഗ ക്രീസിൻ്റെ പുറത്തേക്ക് റണ്ണിന് വേണ്ടി സ്റ്റെപ്പ് ഔട്ട് ചെയ്ത സമയമായിരുന്നു. അപ്പോൾ ബോൾ വരുന്ന സമയത്ത് പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് കൈകൊണ്ടെടുത്ത് സൽമാൻ ആഗ കൈകൊണ്ടെടുത്ത് മെഹദി ഹസന് കൊടുത്തു. അപ്പോൾ ഈ മെഹദി ഹസൻ സൽമാൻ ആഗ ക്രീസിന് പുറത്ത് നിൽക്കുമെന്ന് കണ്ട ഉടനെ ആ കൈ കിട്ടിയ ബോൾ എടുത്ത് മെഹദി ഹസൻ റണ്ണൗട്ടാക്കി. അപ്പം പുള്ളി അപ്പീൽ ചെയ്തു. അപ്പോൾ ഒബ്വിയസ്ലി സൽമാൻ ആഗ ക്രീസിൻ്റെ പുറത്തായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേന് അത് റണ്ണൗട്ടും കൊടുത്തു. അപ്പം ആ സമയത്ത് ആ ഒരു ഇൻസിഡൻറ്റ് കുറച്ച് പബ്ലിസിറ്റി ഒക്കെ കിട്ടുകയും, ബംഗ്ലാദേശ് അത് സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റിനെതിരായിട്ടാണ് ചെയ്തത്, അല്ലെങ്കിൽ ലോസിനെതിരായിട്ടാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ന്യൂസൊക്കെ വന്നിരുന്നു. അപ്പം MCC, നിങ്ങൾക്കറിയാമല്ലോ, MCC ആണ് ക്രിക്കറ്റിൻ്റെ ലോസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ലണ്ടനിലുള്ള ഒരു ക്ലബ്ബ്. അപ്പം അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമപരമായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഔട്ട് തന്നെയാണ്. കാരണം എന്ന് പറയുന്നത്, ബോൾ കളക്ട് ചെയ്ത സമയത്ത് ബാറ്റ്സ്മാൻ, അല്ലെങ്കിൽ നോൺ സ്ട്രൈക്ക് ലൈനിൽ നിന്ന ബാറ്റ്സ്മാൻ ക്രീസിൻ്റെ പുറത്തായിരുന്നു, വൺ ഓഫ് ദ റീസൺ. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, പുള്ളി ആ ബോൾ ആക്റ്റീവായിരുന്ന സമയത്തിനെ കളക്ട് ചെയ്യാൻ നോക്കിയത് കൊണ്ട് അത് ഒന്നെങ്കിൽ ഒബ്സ്ട്രക്റ്റിംഗ് ദ ഫീൽഡ്, അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റിംഗ് ആ ഒരു ആക്ടിവിറ്റി ഒബ്സ്ട്രക്ട് ചെയ്യുന്ന ഒരു റൂൾ ഉള്ളത് കൊണ്ട് തന്നെ ഒബ്സ്ട്രക്റ്റിംഗ് ദ ഫീൽഡ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനിൽ പെടുത്തി ഈസി ആയിട്ട് ബംഗ്ലാദേശിന് അത് അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഔട്ട് കൊടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ട് റീസൺ കൊണ്ട് അത് പറയുന്നു. എന്നിരുന്നാലും ഒരു സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകുന്ന ഒരു ക്രിക്കറ്റിൻ്റെ സ്പിരിറ്റിന്, ഒരു പോസിറ്റീവ് സ്പിരിറ്റിന് വേണ്ടിയിട്ട് ബംഗ്ലാദേശിന് വേണമെങ്കിൽ ആ അപ്പീൽ വിത്ഡ്രോ ചെയ്യായിരുന്നു എന്ന് കൂടി ഇവർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ MCC പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ ലിട്ടൺ ദാസും അവരുടെ ക്യാപ്റ്റൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിട്ടൺ ദാസും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തത്. അപ്പോൾ അത് ശരി വെക്കുന്ന രീതിയിലാണ് MCC പുറത്തുവിട്ടിരിക്കുന്ന ലേറ്റസ്റ്റ് ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം എനിക്കും തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ പ്രീമിയർ ലീഗിൽ അശ്വിൻ ആദ്യം മങ്കാൾ ചെയ്ത സമയത്ത് ഒത്തിരി വിവാദങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിലും ആ ഒരു നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾ വെച്ചിട്ടാണ് പുള്ളി അത് ചെയ്തത്. അപ്പം എനിക്ക് പേഴ്സണലി തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബംഗ്ലാദേശ് ചെയ്ത കാര്യം ശരിയാണ്, ഔട്ട് കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഒരു മാന്യന്മാരുടെ കളി, അല്ലെങ്കിൽ ജെന്റിൽമെൻസ് ഗെയിം എന്ന രീതിയിൽ ഫസ്റ്റ് ടൈം തന്നെ അതൊരു വാർണിംഗ് കൊടുത്ത് വേണമെങ്കിൽ ഒഴിവാക്കാം ഒരു സംഗതിയായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു അപ്പീൽ വേണമെങ്കിൽ വിത്ഡ്രോ ചെയ്യാമായിരുന്നു എന്നൊരു രണ്ടാമതൊരു അഭിപ്രായം കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.